മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി 6ാം വാർഡ് മെമ്പർ ശ്രീ കുത്തൂർ കൃഷ്ണൻ സാറെ സദസ്സിനെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒരു മഹത്തായ സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സ്വാഗത പ്രാസംഗികം വിശദമായി തന്നെ ഇവിടെ വിശദീകരിക്കും. നമ്മുടെ ഇങ്ങനെ വലിയൊരു മലയപ്രദേശങ്ങളിൽ ഇത്തരം ഒരു പ്രവർത്തനം നമ്മളെ പാവപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രവർത്തകന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നിലപാടിന് ഉണ്ട്. അതിനൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇത്തരം നല്ല ഒരു കാര്യങ്ങൾ തുടർന്നില്ല അങ്ങോട്ടില്ല പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നീട്ടുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം. അടുത്തതായി ജയകൃഷ്ണ മാസ്റ്റർ പറവൂരിനെ സദസ്സിനെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുള്ള സുലൈമാൻ അവർ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അഭ്യുദയ പിതാവ് കെട്ടിടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച പാണക്കാട് സയ്യിദ് റഷീദ് ശിവാതങ്ങൾ അവർ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷനായ എം അബൂബക്കർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാർ, ഇത്തരമൊരു പരിപാടിക്ക് വേണ്ടി എന്നെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എത്തിച്ചേരണമെന്ന് പറയാൻ അനീഫ് വന്നപ്പോൾ ഞാൻ അനീഫോട് ആദ്യം ചോദിച്ചത് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല, ഇന്ന് ബിസിനസ് ലക്ഷ്യാർത്ഥങ്ങൾ. അതുപോലെ ജയകൃഷ്ണ മാഷ്, നമ്മുടെ വാർഡ് മെമ്പർ കുത്തൂർ കൃഷ്ണൻ, മാഷ്, അതുപോലെ വേദിയിലെ വിശിഷ്ടരെ, അതിൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇക്കാര്യത്തിലെ സാധനമാരെ, നമ്മുടെ പ്രവർത്തികളുടെ ജമാഅത്തിന്റെ കീഴിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ സാധിച്ചതിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക. കാരണം നമ്മുടെ മാനത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ജാഗ്രതമേഖലയെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായ ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ വളരെ വലിയ മുതലുകളാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായും മറ്റ് സാങ്കേതികമായും മറ്റു തരത്തിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ഗ്രാമപ്രദേശമായ ആലക്കാട് പോലുള്ള പ്രദേശത്ത് ഇതുപോലുള്ള സംരംഭങ്ങൾ വളരെ ഇനിയും ഉയർന്നു വരുന്നതായിട്ടുണ്ട്. ഈ സംരംഭത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആദരണീയനായ നമ്മുടെ ഫാറൂഖ് നഗറിലെ മുഴുവൻ പ്രവർത്തകരെയും UAE ഗൾഫ് പ്രദേശത്തുള്ള മുഴുവൻ പ്രവർത്തകരെയും ആത്മമായി അഭിനന്ദിക്കാൻ, അവർക്ക് ഇനിയും കൂടുതൽ ഇതുപോലുള്ള സംരംഭങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്ന് പാവപ്പെട്ട ജനവിഭാഗത്തെ സഹായിക്കാൻ സാധിക്കട്ടെ. അതിന് അവർക്ക് ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം സന്മനസ്സും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രവർത്തന രീതിയാണ് നമ്മൾ. കാരണം സാങ്കേതികമായി മറ്റു തരത്തിലൊക്കെ ലൗകികമായ വിദ്യാഭ്യാസത്തിന് വളരെ ഊന്നൽ നൽകേണ്ട ഒരു കാലഘട്ടത്തിൽ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ആദരണീയനായ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയെങ്കിൽ മാത്രമേ നാട്ടിനും അതുപോലെ കുടുംബത്തിനും വരും തലമുറകൾക്ക് പ്രചോദനം നൽകുകയും അവരുടെ ഭാവിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യം അതിനെ തങ്ങൾ തന്നെ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. നമ്മൾ മതപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസത്തിലും നമ്മൾ മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു വിഭാഗമായ നമ്മുടെ ഇത്തരം പ്രദേശങ്ങളിൽ പിന്നോക്കം പോയതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാസമ്പന്നരായ നമ്മുടെ ഇടയിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന് വളരെ ഊന്നൽ നൽകിക്കൊണ്ടവരെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഒക്കെ സഹായങ്ങളൊക്കെ നൽകുന്ന അവർക്ക് കൂടുതൽ സഹായ സഹകരണങ്ങൾ നൽകാൻ ആയുഷം തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ ഈ സംരംഭത്തെ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകുന്ന നമ്മളെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത്. കാരണം വൈകിയ സമയം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഹലോ, ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ സ്റ്റേജിൽ അധ്യക്ഷനായിരുന്ന
എം അബൂബക്കർ സാഹബ്, സ്വാഗത പ്രസംഗിക ടി കെ ഹനീഫ് സർ, കൂടാതെ നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അബ്ദുള്ള സുലൈമാൻ, നമ്മുടെ പാണക്കാട് മുഹമ്മദ് റാസിദ് അലി സിയാബ് തങ്ങൾ, അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടുന്ന എല്ലാ പ്രസംഗങ്ങളും ഈ നിങ്ങളുടെ മുമ്പാകെ കഴിഞ്ഞു. നമുക്ക് പഠിക്കുവാനും ഇതെല്ലാ പ്രവർത്തനത്തിലൂടെ മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി നമ്മുടെ മുസ്തഫ മാഷ് നമ്മുടെ മുമ്പിൽ ഇപ്പം പ്രസംഗിച്ചു. അത് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസംഗം നടത്തുവാനോ അതിനുള്ള ഒരു പ്രയത്നം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം തുടങ്ങി 3 വർഷമായി നമ്മുടെ ഈ മേഖലയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാം എല്ലാവരും കൂടി വളരെയധികം ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ പ്രവൃത്തി നമ്മുടെ ഈ ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചതും അതിന് നമ്മൾ തിരഞ്ഞെടുത്ത എല്ലാ കുട്ടികളുടെയും സന്തോഷത്തിന് വേണ്ടി നമ്മൾ വളരെയധികം അവരുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഈ കമ്മിറ്റി ഭാരവാഹികൾ വീക്ഷിക്കുന്നുമുണ്ട്. അത് ആ കുട്ടികളും നന്നായിട്ട് അറിയാവുന്നതാണ്. ചില സ്പോർട്സ് ഐറ്റംസിന്റെ സമ്മാന വിതരണം നടത്തുകയാണ്. ആദ്യമായി ഇന്ന് രാവിലെ നടന്ന മാരത്തോൺ മത്സരത്തിൽ, ഓട്ട മത്സരത്തിൽ 1ാം സമ്മാനം നേടി വിജയിച്ച മുസമ്മിൽ, അത് നൽകുന്നതിന് വേണ്ടി ട്രസ്റ്റ് ചെയർമാൻ സി ഉമ്മർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. 1ാം സമ്മാനം നേടിയ നവാസ്, 3ാം സമ്മാനം നേടിയ പ്രതീഷ്, മാരത്തോണിലെ 4ാം സമ്മാനം നേടിയ അർജുൻ, 1ാം സ്ഥാനമാണ് മുസമ്മിൽ ഏറ്റുവന്നു. 2ാം സമ്മാനം നവാസ്, 2ാം സമ്മാനം നവാസിനെ ക്ഷണിക്കുന്നു. അതിനുവേണ്ടി പ്രതീഷിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രതീഷ് സ്ഥലത്തില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ആരെങ്കിലും വാങ്ങി സഹകരിക്കണം. പ്രതീഷിന്റെ അച്ഛൻ കണ്ണൻ, കയ്യടിക്കരുത്, അത് നമുക്ക് പറ്റിയതല്ല. തക്ബീർ ചൊല്ലുക. അർജുൻ, സ്റ്റാർ ഓഫ് പാലക്കാട് ടീം ക്യാപ്റ്റനെയും അതിന്റെ ടീം അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ പ്രൈസ് നൽകുന്നതിന് വേണ്ടി ട്രസ്റ്റ് സെക്രട്ടറി MP മുഹമ്മദ് കുഞ്ഞിയെ ക്ഷണിച്ചോളൂ. വളരെയേറെ ആവേശം നിറഞ്ഞ ക്രിക്കറ്റ് മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന സ്റ്റാർ ഓഫ് പാലക്കാട് ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൈൽ, മുസമ്മിൽ, ജാബിർ, സി ജാഫർ, മുസമ്മിൽ, സുഹൈൽ എന്നിവരെ ക്ഷണിക്കുന്നു. 2ാം സമ്മാനം ആലക്കാട് റോയൽസ്, അത് നൽകുന്നതിന് വേണ്ടി ട്രഷറർ അബൂബക്കർ രാജയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിന്റെ താരങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റോയൽ ആലക്കാട്,
അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ മുഹമ്മദ് അലി. അതിനുവേണ്ടി ക്യാപ്റ്റൻ മുഹമ്മദ് അലി ആദരവും ക്ഷണിക്കുന്നു. ഇനി ഈ അവസരം ഓർക്കേണ്ടത്, ഇത്തരമൊരു ട്രസ്റ്റ് തന്നെ ഇവിടെ സ്ഥാപിച്ച് കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാനേറെ ഉണ്ട്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ഏരിയയിൽ ഒരു അറബ് സഹോദരൻ്റെ ഉദാരമായ സഹായത്തോടുകൂടി ഇത്തരമൊരു ട്രസ്റ്റ് സ്ഥാപിച്ച് കിട്ടി നമുക്ക്. എങ്കിലും ഇതിൻ്റെ പ്രവർത്തനം ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ നമ്മുടെ ഈ പ്രദേശത്തുകാരായ 10-20 കുട്ടികൾ ഇതിൻ്റെ കീഴിൽ വിദ്യാഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. നാം എല്ലാം പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം, നാം ഛിന്ന ഭിന്നമായിരിക്കാതെ വിഭാഗീയത മനസ്സിൽ വെച്ച് പുലർത്താതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സൗധം പടുത്തുയർത്തിയിട്ടുള്ളത്. അതിനുള്ള നാം എല്ലാം സാമ്പത്തികമായും ശാരീരികമായും നമുക്ക് കഴിയുമെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സഹായ സഹകരണം എന്നും ഉണ്ടാകുക. ആ ഒരു രീതിയിൽ നാം ഇതിനെ കണ്ടുകൊണ്ട് വിഭാഗീയതകൾ മറന്ന് നാം യോജിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് മാത്രം നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ച് വളർത്തുവാനും അതുപോലെ നമുക്ക് ദീനി സേവനം ചെയ്യുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം നൽകിക്കൊണ്ടും എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംരംഭത്തിന് ഫലപ്രദമായ പല നിർദ്ദേശങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് മുമ്പാകെ കൈവന്ന ഈ അസുലഭ അവസരം പ്രയോജനപ്പെടുത്താൻ നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികളും തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് UAE ഫാറൂഖ് നഗർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.